ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഗൈസ് നമ്മുടെ സ്വന്തം ജോമെട്രി റേസാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ജോമെട്രി റേസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം പറ്റി, അത് എന്തോ പറ്റിയിട്ട് അത് ഫെയിൽഡായി പോയി ട്രാൻസ്ഫർ. പക്ഷേ ഞാൻ ഒന്നുകൂടി ചെയ്തിട്ടുള്ളത് എന്തായാലും മരുന്നതായിരിക്കും, അതെല്ലാവരും കാണണം ഗൈസ്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് പ്ലസ് ടു സ്റ്റാർട്ട് ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും ഗൈസ്. ഉറപ്പായിട്ടും ശ്രമിക്കും ഗൈസ്. ചെയ്യണം ഗൈസ്, ചെയ്തില്ലെങ്കിൽ അടിപൊളി. നമുക്ക് ശ്രമിക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ നേരെ വീട്ടിൽ നമ്മൾ ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ലെവൽ ഇവിടെ ഓക്കെ ഇവിടം വരെ ശരിയാണെങ്കിൽ പിന്നെ യെസ് ഗൈസ് അവിടെ പോയിട്ട് ഞാൻ നിങ്ങൾ ചെയ്തോണ്ട് ഇവിടെ ചെയ്താൽ മതി ഗൈസ്. പ്ലസ് ടു സ്റ്റാർട്ട് വലിയ കുഴപ്പമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ലെവലിൽ അല്ലാതെ വലിയ കുഴപ്പം ഇല്ലായിരുന്നു ഗൈസ്. നിങ്ങൾ ഈ പ്രശ്നം ചെയ്യണ്ട ഗൈസ്, അതാണ് അബദ്ധം പറ്റിയത്. ബെസ്റ്റ് ഗൈസ്, ഇത് പോകാനില്ല ഗൈസ്. ചില സമയത്ത് ആഡ് വരാറുണ്ട് ഈ ഗെയിമിൽ, അതൊന്നും കുഴപ്പമില്ല അല്ലേ ഗൈസ്. ആഡ് വന്നത് അതെ ഉണ്ട് ഗൈസ്. എന്തോ കളിച്ച് സംഭവിച്ചു ഗൈസ്. നോ വേ ഗൈസ്. നമ്മൾ എന്തോ കളിച്ച് സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ ക്ലിയർ ആയിട്ട് വരാം. എന്തോ കളിച്ച് ഇപ്പം ക്ലിയർ ആയാന്ന് നോക്കട്ടെ ഗൈസ്. ഇപ്പം ക്ലിയർ ആയാന്ന് നോക്കട്ടെ. യെസ് ഗൈസ്, ഇപ്പം ഗ്ലിച്ച് മാറിയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിൻ്റെ ഗ്ലിച്ച് മാറി ഗൈസ്. ഇപ്പോഴെങ്കിലും നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നോ വേ ഗൈസ്, നോ വേ ഗൈസ്. അത് അവിടെ എത്തിയപ്പോൾ ഇനി അവിടെ ഇത് കടക്കും. അത് ജസ്റ്റ് എസ്കേപ്പ് ആണ് ഗൈസ്. നോ വേ ഗൈസ്. അവിടെ മാത്രം എന്താടാ, നേരത്തെ അത് നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പം എന്താ ഗൈസിൻ്റെ കൈ എന്തോ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ നോക്കണം. ഇപ്പം നമ്മൾ ഗൈസ് അത് അവിടെ മാത്രം എനിക്ക് കിട്ടണില്ല ഗൈസ്. ഒന്നുകൂടി നോക്കാം. നടന്നില്ലെങ്കിൽ നമ്മൾ ഇത് നടക്കാം. അടുത്ത ലെവൽ എന്തായാലും നോക്കും. അടുത്ത ലെവലിൽ നടന്നില്ലെങ്കിൽ നമ്മൾ ഇത് തന്നെ കളിക്കാം. ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു പോയില്ല. മണി വാളി ഗൈസ്. മുട്ടം പാടടിച്ചോ. സബ്സിയർ വലിയ കുഴപ്പമില്ലെന്ന സബ്സിയറും കുറച്ച് സീനാണ് ഗൈസ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. നോക്കോ നിങ്ങൾ ഈ ലെവല് നോക്കട്ടെ. നടന്നാൽ മതിയായിരുന്നു. അവിടെ എത്തുമ്പോൾ നമ്മളൊന്ന് കറക്റ്റാക്കിയാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. കറക്റ്റാക്കിയാലും ഗൈസ് നമ്മൾ കറക്റ്റാക്കി ഗൈസ്. അവിടെ പോയി. അതെ ഒന്നുകൂടി നോക്കാം ഗൈസ്. നമ്മൾ കടിച്ചോണ്ട് പോയി. ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല. ഇവിടെ എത്തുമ്പോൾ വല്ല തോറ്റു പോകുന്നു. നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാളും ടൈപ്പ് കളിയാണെങ്കിൽ നമ്മൾ കളിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാളും കഴിഞ്ഞ പാർട്ടിനേക്കാൾ നമ്മൾ ടൈപ്പ് കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഗൈസ് നോ വേ. എന്തായാലും കുറേ മിനിറ്റ് എടുത്ത് നമ്മൾ കളിച്ചില്ല. ഇത്ര വൈകിട്ട് നമ്മൾ ഇന്നലെ ലെവൽ കംപ്ലീറ്റ് ചെയ്യില്ല, അത് ഉറപ്പാണ്. ഈ ലെവൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് സ്റ്റാർട്ട് നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം ഫസ്റ്റ് സ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അവിടെ എത്തിയപ്പോൾ തോറ്റു. എന്ത് മാങ്ങൽ പരിപാടി എന്നറിയില്ല. അവിടെ എത്തിയപ്പോൾ നമ്മൾ എപ്പോഴും തോറ്റു പോണേന്. ഇപ്പം അവിടെ എത്തിയപ്പോൾ തോറ്റു പോയി. ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ തോറ്റു പോകും. ഇപ്പം ഇവിടെ എത്തുമ്പോൾ തോറ്റു പോകും. പക്ഷെ എന്താണെന്നറിയില്ല. പക്ഷേ കണ്ട രണ്ട് കട്ടക്കോലും കുറച്ച് സീനുണ്ടെങ്കിലും നമുക്ക് ഇത് ബാലൻസ് കിട്ടണല്ലോ. കണ്ടില്ലേ, കുഴപ്പമില്ല. ഒന്ന് എന്നാൽ ജെൻബി ഉണ്ടായിരുന്നു. അവിടെ എത്തി. അപ്പം നമ്മളിത് ഇവിടെ എത്തി. കാണിക്കാൻ പറ്റുന്ന ഒരു അത് നമ്മുടെ ഇതൊരു പറ്റിയാണ്. complete. ഇവിടെ തുമ്പങ്ങൾ കാണും. അപ്പോഴെത്തിയപ്പോൾ നമ്മൾ തോറ്റു. ഇന്നും ലോങ് വീഡിയോ ചെറുതായിട്ട് ലോങ്ങാണ്. 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകും. ഇനി നമുക്ക് ഏതായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പാണ്. ഉറപ്പിച്ചാൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. സിമ്പിളെന്ന് എല്ലാവരും പറയണം. പക്ഷെ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് കളിക്കണമെന്ന് ഇങ്ങനെ പാളി പോകുന്നത്. ബി കെയർഫുള്ളായിട്ട് ഇതെങ്കിലും കംപ്ലീറ്റ് എനിക്കിത് പറ്റില്ല. നമുക്കില്ല വേറെ ലെവലിൽ നോക്കാം. ഫസ്റ്റ് സ്റ്റാർട്ടില്ലേ നമുക്ക് വേറെ ദിവസം ഫസ്റ്റ് സ്റ്റാർട്ട് നമ്മൾ പ്ലാൻ ചെയ്യണതില്ലേ അടുത്ത സാറ്റർഡേ അപ്പം നമ്മൾ ഗെയിം വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് കളിച്ചാലോ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് കളിക്കാം. അപ്പോൾ അതെന്തായാലും സാറ്റർഡേ ഉറപ്പാണ് നമ്മൾ സ്റ്റാർട്ടഡ് എന്നൊരു പ്ലസ് ടു സ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്യും. അത് ഉറപ്പാണ്. പ്ലസ് ടു സ്റ്റാർട്ട് ഞാൻ സ്റ്റാർട്ടഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പ്ലസ് ടു സ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്ത് വരാം. പ്ലസ് ടു സ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് വരും സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ സാറ്റർഡേ നമ്മുടെ പ്ലസ് ടു സ്റ്റാർട്ട് ലെവലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസമാണ്. സ്റ്റാർട്ടഡ് എന്തായാലും വേണ്ടി പ്ലസ് ടു സ്റ്റാർട്ട് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് നോക്കിക്കോ. വരും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെവലിൽ നോക്കിയേക്കൊന്ന് നെക്സ്റ്റ് ലെവല് ഏതാണ്. ഫസ്റ്റ് പ്ലസ് സ്റ്റാർട്ടാണ്. നമ്മൾ ഇന്നൊരു സാറ്റർഡേ കംപ്ലീറ്റ് ചെയ്യും. നോക്കാം അതിൻ്റെ ലെവലുണ്ട്.
പവർ ട്രിപ്പ് കമ്മിങ് സൂൺ. അടുത്ത ലെവലൊക്കെ കമ്മിങ് സൂണാണ് ഗൈസ്. ഇപ്പം 3 ലെവലാണ് വന്നിട്ടുള്ളൂ. നമുക്ക് ഏതെങ്കിലും ഗൈസ് നോക്കം കളിച്ചു നോക്കാം. നോക്കം നമ്മൾ ഇതുവരെയും കളിച്ചിട്ടില്ല ഗൈസ്. നോക്കം കുറച്ച് സീനാട്ടാ ഗൈസ്. നോക്കം കുറച്ച് ഗൈസ്. നോക്കം എന്ത് പാടാനും നോക്കം ഗൈസ്. നോ വേ ആണ് നോക്കം ഗൈസ്. നോക്കം എന്തിനാ ഗൈസ്? ഏത് വഴി കൂടെ പോകണ്ട എനിക്കറിയില്ലത്. ഓ ഗൈസ് എനിക്ക് മനസ്സിലായി. നോക്കം വലിയ സീനാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ നോക്കം പിടിക്കും. നോക്കം അവിടെ കളിച്ചപ്പോൾ മൂവി ഫസ്റ്റിൽ നോക്കാൻ കളിക്കും നമ്മൾ. ആദ്യം നോക്കാൻ നമ്മൾ കളിച്ചേക്കും ഗൈസ്. നോക്കുമ്പോൾ തോന്നുന്നേടാ ഗൈസ്. നോ വേ. നോക്കം എന്തായാലും നമ്മൾ ഫസ്റ്റിൽ കളിക്കുന്നത് അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെയൊക്കെ നമ്മൾ നടക്കുന്നത്. ഓക്കെ നോക്കം നമ്മൾ അവിടെ വിളിച്ചിട്ട് പോകുന്നത് ഗൈസ്. നോക്കം വിളിച്ച് പിടിച്ചിട്ടുള്ളത് നോക്കം ന്യൂ ബെസ്റ്റ് ഗൈസ്. ന്യൂ ബെസ്റ്റ് നമ്മൾ അവിടെ വരെ ന്യൂ ബെസ്റ്റ് ആയിട്ടുണ്ട്. ന്യൂ ബെസ്റ്റ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. നോക്കാൻ കളിച്ചാൽ മതി. നോക്കാൻ ഒരിടം പാടില്ലെന്നാണ് തോന്നുന്നത്. ബെസ്റ്റ് അവിടെ മാത്രം കുറച്ച് ചെയ്യാൻ നോക്കാം അല്ലേ ഗൈസ്. അവിടെ മാത്രം നോക്കാം. കുറച്ച് സീനല്ല കുറച്ച് അധികം സീനാണ് അവിടെ നോക്കാം. നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെയാണ് കാണുന്നത്. ഓ ഗൈസ് നോക്കാം നമ്മൾ എന്തായാലും 85% നോക്കാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കാം ഇന്ന് തന്നെ നോക്കാം ബെസ്റ്റ്. നോക്കാം നമുക്ക് നോക്കട്ടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നോക്കാം നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പോയാൽ മതി. നോക്കാം പ്ലീസ്. നോക്കാം അങ്ങനെ എന്ത് ചെയ്യണ്ട നോക്കാം അങ്ങനെ എന്ത് ചെയ്യണ്ട. ഇവിടെ പിന്നെ നമ്മൾ നോക്കാം നമുക്ക് നോക്കാം. അവിടെ എത്തുമ്പോൾ കുറച്ചധികം ചെയ്യാൻ എനിക്ക് നേരത്തെ അറിയാം. നമുക്ക് നേരത്തെ അറിയാം. അവിടെ എത്തുമ്പോൾ നോക്കാൻ കുറച്ച് ചെയ്യണം. ബെസ്റ്റ് അവിടെ എത്തുമ്പോൾ തന്നെ പോയി. അവിടെ എത്തുമ്പോൾ തന്നെ നോക്കത്തിൻ്റെ ഗ്രില്ല് പോയി. ഗ്രില്ല് എന്തൊരു സാധനം മഞ്ഞ. യെസ് ബെസ്റ്റ്. നമ്മൾ ഇതിൽ കൂടി ചാടിപ്പോകും. മനസ്സിലായി. ഇതിൽ കൂടി ചാടിപ്പോകണം. മനസ്സിലായി. ബെസ്റ്റ് മറന്നു. യെസ് ഇത് മനസ്സിലായി. കളി മനസ്സിലായി. ഓ ഗൈസ് അവിടെ നമ്മൾ എത്തിയിട്ട് പോയി ഗൈസ്. ഇത് കുഴപ്പമില്ല. പിന്നെ ഗൈസ് നാളെ എന്തായാലും നമ്മുടെ ഗെയിമില്ലേ ഗൈസ് നാം തീരുമാനിച്ചത് വെച്ചേക്കുന്നത്. നാളെ നമ്മൾ കളിക്കുന്നത് റോബ്ലോക്സ് അല്ലെങ്കിൽ ലെവൽ എല്ലാവരും നമ്മുടെ ഇത്. പിന്നെ നമ്മൾ ലേഡീസും ലൈവൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്ന് ലൈവ് തന്നെ വിചാരിച്ചത് ടൈമുണ്ട്. പിന്നെ ലൈവ് നാം തീരുമാനിച്ചപ്പോൾ ടൈമുണ്ടായി. ലൈവ് എന്തായാലും നമ്മൾ വായിച്ചു ഒരു ദിവസം. അപ്പോൾ ഉറപ്പാണ്. ഇന്ന് നമ്മൾ കുറച്ച് ലോങ് വീഡിയോ ആട്ടെ. ഇന്ന് ആദ്യം നമ്മൾ ഇത്തരം ഇതിന് ലോങ് വീഡിയോസ് ഇടുന്നത്. ബെസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമ്മൾ പോയി. നാളെ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന ഗെയിം റോബ്ലോക്സ് അല്ലെങ്കിൽ ലെവൽ ഡെവലാണ്. നമ്മൾ ഇതുവരെ ലെവൽ ഡെവൽ കളിച്ചിട്ടില്ല. അതുകൊണ്ട് കളിക്കണം എന്നുണ്ട്. ലെവൽ ഡെവൽ ലേസ് സെറ്റ് ഗെയിമാണ്. ലെവൽ ഡെവൽ അതെല്ലാം അറിയായിരിക്കും. നമ്മുടെ ലെവൽ നമ്മൾ ഇത് ഇങ്ങോട്ട് കടന്നു. ഇപ്പോഴും അവിടെ തുമ്പ് നമ്മൾ കടന്നൂടെ? അവിടെ നമ്മൾ ഇവിടെ തുമ്പ് തന്നെ കടന്നത്. ഇത് ചാടിക്കൊണ്ടില്ലേ? ബെസ്റ്റ് മനസ്സിലായി. കളി മനസ്സിലായി. ബെസ്റ്റാണ് ബെസ്റ്റ്. അവിടെ നമ്മളെത്തി. നോക്കൗട്ട് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കും മാക്സിമം നമ്മളില്ലേ കുറച്ച് നേരം വേണ്ടി പോവാം. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യും. ബെസ്റ്റ് അവിടെ എത്തിയപ്പോൾ നമ്മൾ പോയി. ബെസ്റ്റ് അവിടെ എത്തിയപ്പോൾ എല്ലാം പോകണമല്ല. നമുക്ക് കളിക്കാൻ പറ്റും നോക്കാം. ന്യൂ ബീച്ച് അവിടെ നമ്മളെത്തി. നമുക്ക് എന്തായാലും അടുത്തൊരു ലെവലിലും കൂടി നോക്കാം. 3 ലെവൽസ് ഇങ്ങനത്തുള്ളത് ഗൈസ്. നമ്മളെന്തായാലും ഫസ്റ്റ് സൈഡ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് പിന്നെ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് ഒരു ലെവലും കൂടി നമുക്കൊന്ന് കളിച്ച് നോക്കാം. വെറുതെ ലെവൽ എന്താണ് പവർ ട്രിപ്പ് കളിച്ച് നോക്കാം. ലെറ്റ്സ് ഗോ.
ഇതാണ് പവർ ട്രിപ്പ്. സീനാണ് ഇത് മാങ്ങത്തൊലികളെ. പ്ലീസ് നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ 70% അടിച്ചിട്ടുണ്ട്. നമ്മൾ ന്യൂബീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് സുഹൃത്തുക്കളെ ഏത് ആദ്യം കളിക്കുന്നത് എന്തായാലും നമ്മൾ അടുത്ത പ്രാവശ്യത്തോട്ട് ഇങ്ങോട്ട് കളിക്കണില്ല. ലൈറ്റാണ് കളിക്കുന്നത്. ജോമെട്രി ഡാഷ് ലൈറ്റിന് അടുക്കും. ഈ ഗെയിമിൽ അബദ്ധം പറ്റിയതിൻ്റെ അബദ്ധം പറ്റി നമ്മൾ ഈ ഗെയിമിൽ ഒരു മിനിറ്റ് നമ്മൾ ഈ ഗെയിമിൽ ഞാൻ വിചാരിച്ചില്ലേ, ഞാൻ അറിയാം സബ്സീറോ കയറ്റി. ശരിക്കും പറഞ്ഞാൽ കയറ്റേണ്ടതാണെന്ന് അറിയാം. ജോമെട്രി ഡാഷ് ലൈറ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ സബ്സീറോ കയറ്റിപ്പോയി. അത് അബദ്ധം തന്നെ. എന്താ ചോയ്സ്, നമ്മുടെ ഈ ഗെയിമില്ലേ സബ്സീറോ ഇല്ലേ ലൈറ്റാണ് നമുക്ക് കയറ്റുണ്ടായിരുന്നത് കേസ്. അപ്പോൾ നമ്മൾ സബ്സീറോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റ് എടുക്കുകയുള്ളൂ. സബ്സീറോ നമുക്ക് എന്തായാലും മറ്റേ ഈ പ്രസ്റ്റായിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതെന്തെന്ന് പറയുക, എനിക്ക് അറിയില്ലേ, പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്തായാലും പ്രസ്റ്റായിട്ട് സാറ്റർഡേ എന്തായാലും നമ്മൾ പ്രസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ 2 ലെവൽസില്ലേ അത് നമ്മൾ വേറൊരു ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തായാലും ലൈറ്റ് ജോമെട്രി ഡാഷ് ലൈറ്റ് കളിക്കും ഗൈസ്. എല്ലാം ഉണ്ട് ഗൈസ്. അതായത് നമ്മൾ പുതിയൊരു ഗെയിം സീരീസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യേണ്ടത്. ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമുക്ക് ഓടി പവർ സ്റ്റിപ്പ് ഒന്ന് കളിച്ച് നോക്കാം ഗൈസ്. കളിച്ച് ശരിയാവുന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പവർ സ്റ്റിപ്പ് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് കുറച്ച് ലോങ് വീഡിയോ ആയിരുന്നു ഗൈസ്. എന്താണ് നമ്മൾ അവിടെ പറഞ്ഞ് നമ്മളെത്തി പവർ സ്റ്റിപ്പിൽ. പവർ സ്റ്റിപ്പ് കുറച്ച് സീനാണ്. പവർ സ്റ്റിപ്പ് കുറച്ചധികം സീനാണ്. ഞങ്ങൾ പവർ സ്റ്റിപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ച് അധികം സൂക്ഷിക്കണം കേട്ടോ. പവർ സ്റ്റിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ മാത്രമില്ലേ കുറച്ച് അവിടെ എത്തുമ്പോൾ നമ്മൾ ചാടാൻ പാടില്ല. അങ്ങനത്തെ ഒരു കളിയുണ്ട്. അവിടെ എത്തുമ്പില്ലേ നമ്മളത് ചാടാൻ പാടില്ല. അങ്ങനത്തെ ഒരു കളിയുണ്ട്. ഇവിടെ എത്തുമ്പോഴാണ് കേട്ടോ. പവർ സ്റ്റിപ്പ് മോഡ് സീനുള്ള തീർക്കാൻ പറ്റുമോ? പവർ സ്റ്റിപ്പ് അവിടെ വരെ എത്തി ഗേസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയില്ലേ ഇത്ര ഉണ്ട് ഗേസ്. അപ്പം ജോമെട്രി ഡാഷിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഗേസ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഗേസ് ഒരു ദിവസം നമ്മൾ ലൈവൊക്കെ പ്ലാൻ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഹോം ടൂറൊക്കെ എന്തായാലും ഉണ്ടാവും. വെറൈറ്റി വീഡിയോസ് വരുന്നതായിരിക്കും. പിന്നെ വ്ളോഗ്സും ഉണ്ടാവും, ഗെയിമിങ്ങും ഉണ്ടാവും, പിന്നെ എക്സ്പീരിമെൻസും ഉണ്ടാവും. പുതിയതായിട്ട് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടായിരുന്നു. ടേസ്റ്റി റിവ്യൂ ആണ് അൺബോക്സിങ്. അതേപോലത്തെ വീഡിയോ എന്തായാലും തീർച്ചയായും വരും ഗേസ്, ഉറപ്പാണ്. അപ്പോൾ അതേപോലത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ഈ സാറ്റർഡേ മീറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ സാറ്റർഡേ ആണ് ഞാൻ പറഞ്ഞേക്കാൻ ഡേറ്റ്. നമ്മുടെ പ്രസ്റ്റായിട്ട് എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്ന സാറ്റർഡേസ് ഉറപ്പാണ്. പ്രസ്റ്റായിട്ട് എന്തായാലും ഈ പ്രാക്ടീസ് ചെയ്തിട്ട് വരും. പ്രസ്റ്റായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഗേസ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യും പ്രസ്റ്റായിട്ട്. പിന്നെ ബാക്കി 2 ലെവൽ വേറൊരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ജോമെട്രി ഡാഷ് സബ്സീറോ എന്ത് വിധത്തിലുള്ള അതായത് നമ്മൾ ജോമെട്രി ഡാഷ് ലൈറ്റ് കയറ്റുന്നതായിരിക്കും. അണ്ട് ജോമെട്രി ഡാഷിൻ്റെ സീരീസ് പ്ലേലിസ്റ്റാക്കി തുടങ്ങും ഗേസ്. അതിൻ്റെ പുതിയ ഡെവിൽ സീരീസും ഉടനെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മുടെ സെപ്പറേറ്റ് റോബ്ലോക്സും നമ്മൾ ഓൾറെഡി റോബ്ലോക്സും മെയിൻ ഗെയിം ഗേസ്. നമ്മൾ റോബ്ലോക്സും കുറച്ച് കളിക്കുന്നില്ല. നമ്മളെന്തായാലും ഇടും. നാളെ എന്തായാലും റോബ്ലോക്സ് അല്ലെങ്കിൽ ഡെവിലാക്കി വിടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാവരും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ നമ്മൾ ലൈവ് വരുന്നുണ്ട്. ഒരു ദിവസം പ്ലാനൊക്കെ ചെയ്യേണ്ട ലൈവ് സമയം കിട്ടുന്നില്ല എന്ന് നോക്കാം. അടുത്ത പെട്ടെന്ന് വേണ്ടി കാണാം. പീസ് ഔട്ട്. അപ്പോൾ ഒരെണ്ണോടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൊണ്ട് പ്ലാൻ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക
എന്നിട്ട് നമ്മുടെ ഗെയിമിംഗ് സീരീസും അൺബോക്സിങ്ങും പിന്നെ ഇതുമില്ലേ നമുക്ക് അൺബോക്സിങ്ങും ചെറുതായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഗെയിമിംഗ് വീഡിയോസിൽ നിങ്ങൾ പറയാം ഇന്നില്ലേ കേസ് നമ്മൾ വല്ല സ്റ്റോറി ഗെയിമും കളിക്കണം. ഈ ഫോണിലില്ലേ കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ഗെയിമൊക്കെ ഉണ്ട് കേസ്, അത് കളിക്കണം. നിങ്ങൾ പറയാം കേസ്, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ തീരുമാനിക്കും കേസ്. നിങ്ങളാണ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോറി ഗെയിംസൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക സ്റ്റോറി ഗെയിംസ് ഇടണം വേണ്ടത്. അത് നമ്മൾ എന്തായാലും ക്യൂട്ടിക്കാച്ച് സ്റ്റോറി ഗെയിംസ് ഇട്ട് നമ്മുടെ സീരീസൊക്കെ സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഇടുന്നതായിരിക്കും. പിന്നെ എല്ലാ സ്റ്റോറി ഗെയിംസ് നമ്മളില്ലേ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാൻ സമയം കിട്ടുമെന്നും അറിയില്ല. നമുക്ക് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാം. സ്റ്റോറി ഗെയിംസാണ് കുറച്ച് ഇതായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ എപ്പിസോഡ് പറയുമ്പോൾ അടുത്ത പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എല്ലാം ചെയ്തേക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം.